ഹലോ. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം ഇന്ന് ഞങ്ങളൊരു യാത്ര പോവുകയാണ്. യാത്രയൊന്നുമല്ല, കുറച്ചങ്ങോട്ടൊരു സിനിമ കാണാൻ പോകണം. അതിൻ്റെ ഒരു ഇതിങ്ങനെ പറഞ്ഞപ്പോൾ യാത്രയായി പോയതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ സ്ഥിരം കടപ്പുറം വഴി തന്നെയാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾക്ക് ട്രാഫിക് ബ്ലോക്കൊന്നും അത്ര അഫക്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് വിചാരിച്ചാണ്. അപ്പോൾ എന്തോ പൊട്ടന ദൈവം ചതിക്കുമെന്ന് പറഞ്ഞ കണക്ക് അവിടെ ബ്ലോക്കില്ലായിരുന്നെങ്കിൽ ഇവിടെ അതിൻ്റെ അപ്പുറത്ത് ബ്ലോക്കാണ്. ഈ ക്രിസ്ത്യൻസിൻ്റെ എന്തോ പ്രോഗ്രാമൊക്കെ ഉള്ള ദിവസം മറ്റേ മുതുക്ക് വീട് കണ്ട് എപ്പോൾ പോയാലും ഈ വീട് ഞങ്ങൾ നോക്കാറുണ്ട്. ക്രിസ്ത്യൻസിൻ്റെ എന്തോ പള്ളിപ്പെരുന്നാൾ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. ഈ വഴിയാണെങ്കിൽ മൊത്തം ക്രിസ്ത്യൻസിൻ്റെ പള്ളിയാണ്. അപ്പോൾ അതൊക്കെ കണ്ടാണ് ഒരുവിധം എത്തിയത്. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ എത്തിയത് എവിടെയാണെന്ന് മനസ്സിലായി കാണുമല്ലോ, ലുലുമാളിലാണ്. അപ്പോൾ വന്ന ഉടനെ നല്ല വിശപ്പായിരുന്നു. സബ്വേയിലായിട്ടാണ് ഞാൻ പോയത്. സബ്വേയിലാകുമ്പോൾ ഇഷ്ടംപോലെ സാലഡും അതൊക്കെ കിട്ടും, കുറച്ച് ഹെൽത്തി ആയിട്ടൊക്കെ കഴിക്കാം, പട്ടി ഷോ ഒക്കെ കാണിക്കാം എന്ന് വെച്ച് പോയതാണ്. അപ്പോൾ ഞാൻ ചെന്ന് കുറച്ച് സാലഡൊക്കെ ഓർഡർ ചെയ്തു. എൻ്റെ ഭർത്താവ് ഭയങ്കര ഇലക്കറികൾ, പച്ചക്കറികൾ, പഴങ്ങൾ ഇതിനോടൊക്കെ ഭയങ്കര വെറുപ്പുള്ള പുള്ളി. പ്രോസസ്ഡ് ഫുഡ് ലൈക്ക് ചിക്കൻ, മട്ടൺ ഇതൊക്കെ കഴിക്കാറുള്ളൂ. ഇടയ്ക്ക് എൻ്റെ മനസ്സും എങ്ങോട്ടൊക്കെ ഇതൊന്ന് മാറ്റണം എന്നൊക്കെ ഉണ്ടെങ്കിലും കഷ്ടപ്പെട്ട് വെയിറ്റ് കുറച്ചതൊക്കെ ആലോചിച്ചപ്പം പിന്നെ വേണ്ട, ഇലക്കറിയിലോട്ട് തന്നെ പോകാമെന്ന് പറഞ്ഞ് പുള്ളി അന്തസ്സായിട്ട് പോയി ചിക്കനിലേക്ക് ചോദിക്കുന്നുണ്ട്. ചിക്കനെ കുത്തി കയറ്റുള്ളൂ പറഞ്ഞ്, എന്നിട്ട് ഇത് മൊത്തം കുത്തി കയറ്റിയിട്ട് എന്നെ കളിയാക്കിയും കൂടെ ചെയ്യുന്നത്. ഞാൻ തിന്നുന്ന കണ്ടിട്ട് എന്തോ ആട് ഇല തിന്നുന്ന എനിക്ക് തോന്നുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്, എന്നിട്ടൊരു മുതുക്ക് കപ്പ് നിറയെ പെപ്സി മേടിച്ചുകൊണ്ട് വന്ന് മുണുങ്ങുന്നുണ്ട്. പുള്ളിക്ക് ഇതൊന്നും ഒരു ഇഷ്യൂ അല്ലെന്ന് തോന്നുന്നു. ഡയറ്റ് പെപ്സി മേടിക്കാൻ പറഞ്ഞപ്പോൾ അതും മേടിച്ചില്ല. നല്ല മധുരം ഉണ്ടായിരുന്നു. കുടിച്ചോട്ടെ. ഈ ഡയറ്റൊക്കെ എന്തെങ്കിലും എൻ്റെ ഭർത്താവ് നോക്കി ഇങ്ങനെ നല്ല കുട്ടിയാവും എന്നൊക്കെ എനിക്കൊരു ആഗ്രഹമുണ്ട്. ആവുമായിരിക്കും, അറിഞ്ഞൂടാ. തിന്നാൻ കിട്ടിയ എൻ്റെ ചിരിയാതാണ്. എന്തൊരൈശ്വര്യം. എന്നിട്ട് നേരെ ഓടി വന്ന കണക്റ്റിലോട്ട് ഏതാണ്ട് ആ ഫോൺ നോക്കണം, ട്രയൽ നോക്കണം എന്നൊക്കെ വന്നിട്ട് അവിടുത്തെ ചേട്ടന്മാർ കൊടുത്തില്ലെന്നും പറഞ്ഞ് പിണങ്ങിയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. കൊടുക്കാഞ്ഞെന്നല്ല കേട്ടോ, അവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നുകൊണ്ട് അതിൻ്റെ തിരക്ക് കയറണ്ടല്ലോ എന്ന് വെച്ച് ഇൻട്രോവേർട്ടായതുകൊണ്ട് എൻ്റെ ഭർത്താവ് മാറി നിൽക്കുന്നതാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് ഫ്രിഡ്ജൊക്കെ നോക്കി, ഫ്രിഡ്ജ് നോക്കി. കാരണം ഫ്രിഡ്ജ് മേടിക്കണം എന്നൊരാഗ്രഹം ഉള്ളതുകൊണ്ട് ചുമ്മാ തുറന്നൊക്കെ നോക്കിയതാണ്. പിന്നെ ഞങ്ങൾ നേരെ PVR പോയത്. എന്തുകൊണ്ട് അത്രയും തിയേറ്റർ ഉണ്ടായിട്ട് ഇങ്ങോട്ട് വന്ന് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് മോർ കംഫർട്ടബിൾ. പിന്നെ ഞങ്ങൾ ഇതുവരെ IMAX എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. 4DX വരെ പോയിട്ടുണ്ടെങ്കിലും IMAX ഇതുവരെ താല്പര്യം തോന്നിയിട്ടില്ല. പിന്നെ തോന്നിയപ്പോഴൊന്നും തൊട്ട് വരാനും പറ്റിയില്ല. സിനിമ കണ്ടല്ലോ, സൂപ്പർമാൻ കാണാനാണ് വന്ന. അപ്പോൾ ഞങ്ങളിങ്ങനെ പറഞ്ഞിട്ട് ഏതെങ്കിലും നല്ലൊരു ഇംഗ്ലീഷ് ഫിലിം ഇറങ്ങുമ്പോൾ തന്നെ പോയി കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിനു മുമ്പ് വാഷ്റൂമിലൊക്കെ കയറി ഒന്ന് പട്ടി ഷോയൊക്കെ കാണിച്ച്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഗെറ്റ് റെഡി വിത്ത് മീ ഒന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ആദ്യമേ കാണിക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. എനിക്ക് ഇന്നത്തെ ഔട്ട്ഫിറ്റ് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഈ ഡ്രസ്സ് ഞാൻ ഒത്തിരി നാളായിട്ട് ഇടാതെ വെച്ചിരുന്നത്. ഈ ടീഷർട്ട് എന്തെന്ന് വെച്ചാൽ തടിച്ച് ചക്ക പോലെ ആയപ്പോൾ ഇതെനിക്ക് ഇടാൻ പറ്റുന്നില്ല. ലിറ്ററലി എനിക്കിത് കയറൂലായിരുന്നു. ഇപ്പോൾ വെയിറ്റ് കുറഞ്ഞതിന് ശേഷം കയറി. ഓക്കെ, എനിക്കിപ്പോൾ അത് ഫിറ്റാണ്. പക്ഷേ ഓക്കെ ഔട്ട്ഫിറ്റാണ്. ഇത് ഒത്തിരി ഇഷ്ടമാണ്. നല്ല സുഖമാണ്, തണുക്കത്തില്ല ബൈക്കിലൊക്കെ വരുമ്പോൾ. അങ്ങനെ ഒരുപാട് കാരണമുണ്ട്. പിന്നെ ഞാൻ വാഷ്റൂമിലൊക്കെ പോയി പട്ടി ഷോ, ഞാൻ 10 വീഡിയോ എടുത്തിട്ട് വന്നാലും പുള്ളി വാഷ്റൂമിൽ പോയി മുള്ളിയിട്ട് വരാൻ അതിനേക്കാളും ടൈം എടുക്കും. എന്ത് ചെയ്യുമെന്ന് എനിക്കറിഞ്ഞൂടാ. പിന്നെ സിനിമ തുടങ്ങാറായപ്പോൾ ഓടിപ്പിടിച്ച് വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ തിയേറ്ററിലേക്ക് പോവുകയാണ് ഗൈസ്. IMAX ഫസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്നതുകൊണ്ട് പറയല്ല, സൂപ്പറാണ്. ഞങ്ങൾ പ്രതീക്ഷിച്ചത് വേറെന്തൊക്കെയാണ്, കിട്ടിയത് വേറെന്തൊക്കെയാണ്. സ്ക്രീൻ ഫുള്ള് കേവാണ്, ഭയങ്കര വലിയ സ്ക്രീനാണ്. ഞങ്ങൾ ഇതുവരെ IMAXൽ കയറിയിട്ടില്ല. 4DXന് ഞങ്ങൾ വിചാരിച്ച് 4DX പോലെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. എന്നാൽ ഇതിനെപ്പറ്റി യാതൊരു ഐഡിയ ഇല്ലാതെ ഞങ്ങൾ പോയത്. കിടക്കുന്നുണ്ട്, ഫുള്ള് റിക്ലൈനർ പോലത്തെ സീറ്റാണ്. ഭയങ്കര അങ്ങ് ആസ്വദിച്ച് കിടക്കുകയാണ്. പുള്ളിക്ക് ഇങ്ങനത്തെ ക്യുഷൻ സീറ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കിടന്ന് ഇരുന്നൊക്കെ സിനിമ കാണാമായിരുന്നു. പിന്നെ ഇൻട്രോയിലായപ്പോൾ ഇറങ്ങി ഞങ്ങൾ ബാക്കിലോട്ടൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു, ആരും അറിഞ്ഞില്ല. പിന്നെ അവർ IMAXൻ്റെ കുറച്ച് ആഡൊക്കെ ഫസ്റ്റ് ഇട്ടിട്ടുണ്ട്. തിയേറ്റർ പൊളിയായിരുന്നു കേട്ടോ. നമ്മൾ ലൈറ്റില്ലാത്തപ്പം കാണുമ്പോൾ ആ ഒരു എഫക്റ്റ് കറക്റ്റ് മനസ്സിലാകാൻ പറ്റുള്ളൂ. എനിക്ക് വീഡിയോയിലും അത് കറക്റ്റ് ഇങ്ങനെ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ വന്ന സിനിമ ഇതായിരുന്നു, സൂപ്പർമാൻ. സൂപ്പറായിരുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ ഫിലിം. നമ്മൾ പഴയ സൂപ്പർമാനൊക്കെ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും, അതും ഇതുമായിട്ട് വലിയ ബന്ധങ്ങളൊന്നുമില്ല. തട്ടിക്കൂട്ട് സൂപ്പർമാൻ, മോസ്റ്റ്ലി ഏറ്റവും കൂടുതൽ തല്ല് കൊള്ളുന്ന സൂപ്പർമാൻ എന്നൊരു എന്താ പറയുക ചീത്തപ്പേരും കൂടെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിറങ്ങിയപ്പോൾ എനിക്ക് ഐസ്ക്രീം കുടിക്കാൻ വല്ലാത്തൊരു മോഹമൊന്നും ഇല്ല. അവിടെ എല്ലാവരും കുടിക്കുന്ന കണ്ടപ്പോൾ കൊതിയോന്ന് ചോദിച്ചതാണ്. ഭാഗ്യത്തിന് മേടിച്ച് തന്നു. അതുകൊണ്ട് പിന്നെ എന്തായാലും മാളടയ്ക്കുന്നവരെ 11 മണിക്ക് അടയ്ക്കുമല്ലോ, അതുവരെ അവിടെ നിന്ന് മുണങ്ങിയിട്ട് പോകാമെന്ന് വെച്ചു. എന്ത് മേടിച്ചാലും ഫസ്റ്റ് ടേസ്റ്റ് ചെയ്തിട്ട് എനിക്ക് തരാറുള്ളൂ. സേഫ്റ്റി ചെക്കപ്പാണോ എന്തോന്ന് അറിയത്തില്ല.
അതിൽ ഇൻട്രോവേർട്ട് ഒന്നും ഇല്ല കേട്ടോ. സാധാരണ ഇൻട്രോവേർട്ടാണ്. ഇപ്പോൾ അങ്ങനത്തെ ഒന്നും മാറി വരുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഐസ്ക്രീം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ചോക്കോ ചിപ്സ് ഉള്ളത് ഞാൻ അങ്ങനെ കുടിക്കാറില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് ചോക്കോ ചിപ്സ് അല്ല. ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഓറിയോ ആണ്, നല്ലതാണെന്നാണ് പറഞ്ഞത്. ഓക്കെ, എനിക്ക് ഇഷ്ടപ്പെട്ടു ഒരു. പിന്നെ ഇറങ്ങിക്കഴിഞ്ഞ് ഞാൻ പക്ക നാഗവല്ലി തള്ള വൈബായി. മുടിയെല്ലാം മാതിരി കെട്ടി വെച്ച് അമ്മച്ചിയെ പോലെ ഞാൻ പോകുന്നത്. കാരണം മുടി മൊത്തം ഉടക്കായി. പിന്നെ നമുക്കത് ഇറക്കാനൊക്കെ ഭയങ്കര പാടാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് വയ്യ, മെനക്കെടാമായി സത്യം പറഞ്ഞു. പിന്നെ മറ്റേ പള്ളിയുടെ മുന്നിൽ കൂടെ തന്നെ തിരിച്ചും പോയത്. ഈ ഫുള്ള് ലൈറ്റ് വർക്കൊക്കെ കണ്ട് കണ്ണ് ഇരുട്ടത്തൊന്ന് കണ്ണടയ്ക്കാനുള്ള ഗ്യാപ്പ് കിട്ടില്ല, അമ്മാതിരി ലൈറ്റും സംഭവങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ യാത്ര എടുത്തിരുന്നു. സമയം 12 മണി. ഞങ്ങൾ നേരെ കൊല്ലത്തോട്ട്, അതായത് ഞങ്ങളുടെ വീട്ടിലോട്ട് പോവുകയാണ്. ഞാൻ തൊപ്പിയൊക്കെ വെച്ച് സെറ്റായി. അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ, ടാറ്റാ.